നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മനോഹരേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇങ്ങനെയാണെങ്കിലേ മനോഹരേട്ടൻ വേറെ ജോലി നോക്കിക്കോ. വേറൊരു പണി നിനക്ക് അറിയില്ല മുതലാളി. അറിയില്ലെങ്കിലേ വീട്ടിലിരുന്നോ, അതാ നല്ലേ. വീട്ടിലിരുന്ന് ആര് ശമ്പളം തരില്ല, അങ്ങനൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? അവരെന്തുകൊണ്ട് നമുക്ക് പൈസ തരാൻ? നമ്മുടെ സർവീസ് ശരിയല്ലെന്ന് പറഞ്ഞിട്ടല്ലേ? അവര് പറയുന്നു സത്യമല്ല. സത്യമാണെങ്കിലും അല്ലെങ്കിലും പൈസ കിട്ടുന്നൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരു ഐഡിയ പറയട്ടെ മുതലാളി. ഇനി എന്തോന്നാ പറയാനുള്ളേ? നമുക്കൊരു 5 ഗുണ്ടകളെ ഇറക്കാം. ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ. ഉള്ള കണക്ഷനോടെ കളയാനാണോ ഉദ്ദേശം? എനിക്ക് വേറെ ഒന്നും പറ്റൂല മുതലാളി. അതന്നെ ഞാൻ പറഞ്ഞു, പോയി വീട്ടിലിരുന്നോന്ന്. വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്റെ മുതലാളി പോലും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞറിയോ? എന്റെ അമ്പിളി മുതലാളി, ഇത് സ്വന്തം. എന്നിട്ട് ഇപ്പൊ അമ്പിളി മുതലാളി എവിടെ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഗൾഫിൽ പോയിരുന്ന വെയിൽ കൊള്ളുന്നേ? വെയിലല്ല, അവിടെ AC. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എന്റെ കൺമുമ്പിന്ന് പൊക്ക വരാക്ക്. ഞാൻ പോവൂല. എന്താ ഷൈന മുതലാളി, എന്ത് പറ്റി? ചേച്ചി, അല്ലെങ്കിൽ തന്നെ എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക. വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. മനോഹര, എന്തുവാടാ ഇവിടെ പ്രശ്നം? ഒന്നും പ്രശ്നമില്ല, വെറുതെ ചീത്ത പറയുന്നുണ്ടോ? പാവടി, എന്തിനാണ് എന്നെ വെറുതെ ചീത്ത പറയുന്നേ? ഒരു പ്രശ്നവും ഇല്ലാന്നോ? അച്ഛൻ കേക്കണം. ഇന്ന് മീനാക്ഷി ബുക്കിൽ 5 വീട്ടില് കേബിളിന്റെ പൈസ പിരിക്കാൻ പോയി. ആ 5 വീട്ടിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ഞങ്ങളുടെ സർവീസ് ശരിയില്ലാന്ന്. എടാ, നിനക്ക് പിന്നെ എന്തുവാടാ ഇവിടെ പണി? എന്റെ അച്ഛാ, ആ മീനാക്ഷി ബുക്ക് എടുത്ത് 5 വീട്ടുകാർക്ക് ഈ ഷാഹിന് മുതലടിക്കാൻ കാര്യമില്ലാത്തോണ്ടാ. സത്യം. മനോഹരേട്ടാ, മതി, നിർത്തിക്കോ കേട്ടോ. ഇല്ല, ഞാൻ ആ സത്യം പറയും. മീനാക്ഷി ബുക്കിന്റെ പാലത്തിന്റെ ജംഗ്ഷൻ ബോക്സ് തകരാറിലാണ്. അപ്പൊ അത് മാറ്റി വെച്ചാ പോരെ? ആടെ സോഷ്യൽ എനിമീസ് ഉണ്ട്. എന്തെന്ന്? സോഷ്യൽ എനിമീസ്, സാമൂഹ്യ വിരുദ്ധര്. വൈകുന്നേരം ആകുമ്പം ഈ പാലത്തിനടിയിൽ കുറച്ചാൾ വെള്ളം കുടിക്കും. അപ്പൊ അവർക്കൊരു ഹോബി ഈ ജംഗ്ഷൻ ബോക്സ് എടുത്തിട്ട് തോട്ടിലിടൽ. അപ്പൊ ഏടി TV കാണൂല. ഇതാണ് സംഭവം. ചുമ്മാ നിന്നങ്ങ് ഓരോ കാരണങ്ങൾ പറയുവാണേ. അച്ഛാ, ഈ പറയുന്നത് മൊത്തം നുണയാ. ആ മീനാക്ഷി ബുക്കിലെ ആൾക്കാരുടെ വായിലിരിക്കുന്നതിന് ഞാൻ കേൾക്കാനൊന്നും ബാക്കിയില്ല. അവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ജംഗ്ഷൻ ബോക്സിൽ ഒരു കുഴപ്പമില്ല, ആരും എടുത്ത് വെള്ളത്തിൽ ഇടാറില്ല, അതൊക്കെ പറഞ്ഞ് എന്നെ നിർത്തി പൊരിച്ചു. ഇതിനൊക്കെ ആരാ കാരണം? ഈ നിൽക്കുന്ന മനോഹരനല്ലേ നമ്മുടെ ടെക്നീഷ്യൻ. ഒരു ടെക്നിക്കും ഇല്ലാത്തൊരു ടെക്നീഷ്യൻ വന്നിരിക്കുന്നു. അച്ഛാ, മര്യാദയ്ക്ക് പറഞ്ഞുവിടാൻ നോക്കിക്കോ. സമാധാനായല്ലോ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവിടെ അങ്ങനെ സാമൂഹ്യ വിരുദ്ധര് ജംഗ്ഷൻ ബോക്സ് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കണം. പോലീസ് സ്റ്റേഷനിൽ ആര് പോവും? മനോഹരൻ പോണം. ഞാൻ പോവൂല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതെന്ന് ഈ സോഷ്യൽ എനിമീസ് അറിഞ്ഞാൽ അവര് വൈകുന്നേരം ജംഗ്ഷൻ ബോക്സ് തോട്ടിലിടുന്നുണ്ടല്ലോ, അതുപോലെ എന്നെ പറക്കെ തോട്ടിലിടും. പിന്നെ അവർക്ക് അതായിരിക്കും ഹോബി. എന്നെ കിട്ടൂലായിരുന്നു. അച്ഛാ, ഇത് അവള് പറഞ്ഞ പോലെ കള്ളത്തരാട്ടോ. എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടാ നമുക്ക്. എന്തേ കള്ളത്തരം? അച്ഛാ, എന്താണ്? നിങ്ങളെ പൊന്നു പോലത്തെ മനോഹര ഒരു കാര്യം ചോദിച്ചോട്ടെ? AC ഇല്ലാത്ത ഈ നാടും ഈ കേബിൾ എല്ലാവർക്കും മടുത്തു. അമ്പിളി മുതലായിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് തരാൻ പോലും അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട്. അവൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാണ്ടിരിക്കുക. പിന്നെ ഇയാടെ കാര്യം നീ ആദ്യം പോയ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ നോക്കണം മനോഹര. ആടിയും പോയി ഇടിയും പോയി. ഞാൻ എന്താക്കും? ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ, ബാക്കി എന്തല്ലേ അപ്പാടം പൂത്ത കാലം. കൊട്ടിലപ്പോട്ടെ അമ്പിളിക്കുട്ടന്റെ വീടല്ലേ? ആരാ? ഞാൻ രാജൻ, OTK രാജൻ. അമ്പിളിക്കുട്ടന്റെ കൂടെ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാ. ദുബായിലോ? ഷൈന, അമ്പിളിന്റെ കൂടെ ദുബായിൽ ജോലി ചെയ്യുന്ന ആള് വന്നിട്ടുണ്ട്. കേറി വരി. കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് സാധനം? അമ്പിളിക്കുട്ടൻ കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. ആണ്, ഞാനും വരാ. ഞാൻ പിടിക്കണോ? വേണ്ട, ഞാൻ പിടിച്ചു. ഡിക്കില് സാധനം ഉണ്ടോ? ഡിക്കിൽ സാധനമാണ്, അത് വേറെ ആൾക്കാർക്കുള്ള. ആണ്, അത് ഈ അലുവയും വറുത്തകായൊക്കെ ആയിരിക്കും അല്ലേ? അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണത്. അവിടുന്ന് വരുമ്പോ അവിടുന്ന് ഈത്തപ്പഴം, ബദാം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടു. ആണല്ലേ? വരൂ. അമ്പിളിക്കവിടെ സുഖല്ലേ? സുഖമായിട്ടിരിക്കും. നല്ല സ്പ്രേയുടെ മണുണ്ട്. ഞാൻ ഷൈന, ആരാ വന്നു നോക്കിയേ? ഷൈന,
എറണാകുളം പരിസരത്ത് തന്നെ ഒരുപാട് വീട്ടിൽ കയറാണ്. അവിടെ നിന്നൊക്കെ ഇതേപോലെ ഞാൻ ചായയും കൂടെ കുടിച്ചെന്റെ വയറ് പൊട്ടി. അത് മാത്രമല്ല ലീവും തീരും. അത് പിന്നെ ഗൾഫാരുടെ ഒരു വിധിയാണ്. അതിന്റെ സ്ഥലം എവിടാ? ഞാൻ കോഴിക്കോടാണ്. കോഴിക്കോട് വടകര. അപ്പൊ കോഴിക്കോട് നമ്മ വരണേ? അതെ. അച്ഛ ഒരുപാട് ദൂരമുണ്ട് കോഴിക്കോട് നിന്നിട്ട്. എനിക്കറിയാടാ, ഞാൻ അവിടെയൊക്കെ ഒരുപാട് നാടകം കളിച്ചിട്ടുള്ള. അച്ഛൻ നാടക നടനാ? അമ്പിളിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ട് നല്ല നടനാണെന്നൊക്കെ. അമ്പിളിക്കൊക്കെ സുഖാണോ? അമ്പിളിക്കുട്ടൻ അവിടെ പരമ സുഖമാണ്. എന്നാ ലീവ് കിട്ടുന്നതെന്ന് എന്തെങ്കിലും അറിയോ? ലീവ് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കമ്പനിന്ന് ഒരുപാട് പേര് ലീവിൽ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഒന്നായിട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പിളിക്കുട്ടൻ ലീവ് കിട്ടും. അപ്പൊ അമ്പിളിക്കുട്ടൻ നാട്ടിൽ വരും. അതെ, അവരോടൊക്കെ പെട്ടെന്ന് ലീവ് ഞാൻ ചെല്ലാൻ പറയും. അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? പുണ്ണിയുടെ പറയണേ. പിന്നെ അമ്പിളിക്കുട്ടനെ കാണണ്ട നമുക്ക്. അവരൊക്കെ ഇതുപോലെ വീട്ടുകാരെ കാണാൻ വന്നേക്കല്ലേ? അതെ, ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോണ കേട്ടോ. എനിക്ക് മനസ്സിലാവും. എന്നാ പിന്നെ അച്ഛൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അയ്യോ, അതെന്തൊരു പോക്കാ. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. അച്ഛൻ ഊണ് കഴിക്കാനൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം ഇറങ്ങാം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഇതുപോലെ സാധനങ്ങൾ കൊടുക്കാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലെത്താൻ. അതെ, എന്തെങ്കിലും കഴിക്കാണ്ട് പോയാലേ അമ്പിളി ഞങ്ങളെ വഴക്ക് പറയും. അമ്പിളിക്കുട്ടൻ ഒന്നും പറയില്ല. കാരണം അമ്പിളിക്കുട്ടൻ എന്നെ പച്ച വെള്ളം പോലെ അറിയാം. അങ്ങനെ നിർബന്ധമാണ് ഇനി ഇറങ്ങട്ടല്ല അച്ഛാ. അല്ല, ഇപ്പൊ എന്താ ചെയ്യാനാടാ? ഇത് അമ്പിളിക്കുട്ടൻ ഇവിടെ തരാൻ ഏൽപ്പിച്ചതാ. പിന്നെ അമ്പിളിക്കുട്ടൻ ഷായിനക്ക് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം തന്നയച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുങ്കുമപ്പൂവായിരിക്കും അല്ലേ? ഈ കുങ്കുമപ്പൂവൊന്നുമല്ല. പിന്നെന്താ? ഇതിനകത്ത് ഒട്ടകവാൽ മോതിരം. ഒട്ടകവാൽ മോതിരോ? അതെ അച്ഛാ, നമ്മൾ ഈ നാട്ടിലെ ആനവാൽ മോതിരം എന്നൊക്കെ പറയില്ലേ, അവിടെ ഒട്ടകവാൽ മോതിര. ഇതവിടെ ഷെയ്ഖുമാരുടെ ഭാഗ്യമോതിര എന്നാ പറയുന്നത്. അത് ശരി. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി കേട്ടോ. ശരി. കഴിഞ്ഞോ? അമ്പോ, എന്തോരം സാധനങ്ങളാ! അമ്പിളിക്ക് ഫോൺ വിളിച്ചപ്പോഴേ ഇതൊന്നും കൊടുത്തുവിടുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അതെ, നമ്മളൊക്കെ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് എഴുതിണ്ടാവും. ഇത് ദുബായിലെ മുട്ടായില്ലേ? അച്ഛാ, നല്ല രസമായിരിക്കും. അച്ഛൻ 2 തിന്നോ, ഷുഗർ നോക്കണ്ട. കഴിക്കാവടാ. അതെ, 2 സുഷ്കാന്തിന് കൊടുക്കണോ? അന്ന് കൊടുക്കാനായിട്ടില്ല. ദുബായ് മുട്ടായി അലിഞ്ഞു. പുണ്ണിയേട്ടാ, വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.